സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. വി മുരളീധരൻ, ഡോക്ടർ ടി.എം. തോമസ് ഐസക്, സി രവീന്ദ്രനാഥ്, എം.കെ. രാഘവൻ, വി വസീഫ്, ഡോക്ടർ അബ്ദുൽ സലാം തുടങ്ങിയവർ അല്പസമയത്തിനകം പത്രിക നൽകും. ശ്രീജിത്ത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകുമാരൻ, പറയൂ, നാമനിർദ്ദേശ പത്രികയുടെ സമയമാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, എനിക്ക് പുറകിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പത്രികാ സമർപ്പണത്തിനായി വരികയാണ്. അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടർക്ക് മുൻപാകെ ഈ പത്രിക അദ്ദേഹം നൽകും. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മന്ത്രി വീണ ജോർജ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും, LDF-ന്റെ മുഴുവൻ നേതാക്കളും ഈ തോമസ് ഐസക്കിനോടൊപ്പമുണ്ട്. അബാൻ ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ഒരു പ്രകടനം ആരംഭിച്ചിട്ടുള്ളത്. നമ്മോടൊപ്പം ഇപ്പോൾ പ്രമോദ് നാരായണൻ MLA കൂടി ചേരുന്നു. എങ്ങനെയുണ്ട് ഈ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയിട്ടാണ് വരുന്നത്? അല്ല, സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ തോമസ് ഐസക് തരംഗം പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾ സ്വീകരിക്കുന്നു. ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആവേശമുണ്ടാവുക സ്വാഭാവികമാണ്. കാരണം ഇടതുപക്ഷത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. തോമസ് ഐസക് വലിയ ആളുകളുടെ ഒക്കെ അകമ്പടിയോടുകൂടി കടന്നു വരികയാണ്. നമുക്ക് ഒരു രണ്ട് വാക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് സാറേ, എങ്ങനെയുണ്ട് പ്രചരണം? എങ്ങനെയുണ്ട്? വിജയിക്കും മുന്നിൽ കിഫ്ബി തിരിച്ചടിക്കുമോ? കിഫ്ബിയാണ് ഏറ്റവും വലിയ നേട്ടം. തോമസ് ഐസക്കിന്റെ പ്രതികരണമാണ്. കിഫ്ബിയാണ് ഏറ്റവും വലിയ പ്രചരണായുധം. ED അടക്കം കിഫ്ബി വിഷയത്തിൽ അദ്ദേഹത്തിന് സമൻസ് നൽകിയിട്ടുണ്ട്. ആ വിഷയമടക്കം നിലനിൽക്കുമ്പോഴാണ് കിഫ്ബിയാണ് തൻ്റെ ഏറ്റവും വലിയ പ്രചരണായുധം എന്നാണ് തോമസ് ഐസക് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി ഡോക്ടർ ടി.എം. തോമസ് ഐസക് കളക്ടറേറ്റിലേക്ക് കടന്നു വരികയാണ്. മുഴുവൻ നേതാക്കളും പ്രവർത്തകരുമുണ്ട്. വലിയ ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥിയെ നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കുന്നത്. മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഈ വാഹനത്തിൽ തന്നെയുണ്ട്. ഡോക്ടർ ടി.എം. തോമസ് ഐസക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വേണ്ടി പോവുകയാണ്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.